പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകമുണ്ടായപ്പോൾ അതിൻ്റെ സുഹൃത്തായിട്ട് മാറി. 1962 മുസ്ലിം ലീഗും DMKയും മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് അവർക്ക് 3 സീറ്റുമായിട്ടാണ് കിട്ടിയത് 1962. 67 DMK അധികാരമേറ്റ സമയത്ത് അണ്ണാദുര സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പരമോന്നത നേതാവ് ഇസ്മായിൽ സാഹിബിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് പോയി എന്നാണ് കേൾവി. ഉള്ളതാണോ ഇല്ലെന്നറിയില്ല. ഏതായാലും അങ്ങനെ ലീഗ് വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്രയും അടുപ്പമായിരുന്നു. പിന്നീട് കരുണാനിധി വന്നപ്പോൾ ആ ബന്ധം കൂടുതൽ മുറുകി, കൂടുതൽ ഊർജിതമായി. കരുണാനിധിയാണ് എൻ്റെ ഓർമ്മയിൽ തമിഴ്നാട്ടിലൊരു ജില്ലയ്ക്ക് ഖ്വൈദെ മില്ലത്ത് ജില്ല എന്ന് പേര് കൊടുത്ത്. തമിഴ്നാട്ടിൽ ഈ ലീഗ് അത്ര വലിയ രാഷ്ട്രീയ ശക്തി അല്ലെങ്കിലും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം അത്രയും ഗാഢവും ദൃഢവുമാണ്. DMKയുടെ ചിഹ്നത്തിലാണ് യൂണിയൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്. പിന്നെ ചെറിയൊരു ഇടവേളയിൽ അവർ അണ്ണ DMK ആയിട്ടും കൂട്ടുകൂടി. അതായത് DMK BJP മുന്നണിയിൽ പോയ സമയത്താണ്. BJP മുന്നണി പോകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ലീഗിന് കൂടാക്കാൻ പറ്റില്ല. ലീഗ് താൽക്കാലികമായിട്ട് അണ്ണ DMKയോട് കൂടി. പിന്നെ ലീഗ് ഈ DMK BJP ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് തിരിച്ചു വന്നപ്പോൾ അവർ വീണ്ടും ലീഗ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ചു. അപ്പോൾ ഇത്തവണയും ലീഗിൻ്റെ ഏതാനും സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. DMKക്ക് വലിയ തിരിച്ചടി ഉണ്ടായി നമുക്കറിയാമല്ലോ. പക്ഷേ അപ്പോഴും ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതിൽ ഒരാളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഷാജഹാൻ. അദ്ദേഹം പാപനാശം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അപ്പോൾ DMKയുടെ മുന്നണിയിൽ നിന്ന് അവരുടെ പിന്തുണയോടുകൂടി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച ഷാജഹാനും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹപ്രവർത്തകനുണ്ട്. ഇവർ രണ്ടുപേരും ജോസഫ് വിജയുടെ മന്ത്രിസഭ ഉണ്ടായപ്പോൾ അതിന് പുറത്തു നിന്ന് പിന്താങ്ങാൻ തീരുമാനിച്ചു.